ഹലോ ഓൾ, എന്തുണ്ട് എല്ലാവർക്കും വിശേഷ സുഖമല്ലേ? അങ്ങനെ എൻ്റെ ഫീസൊക്കെ കണ്ടു ആകെ ഡള്ളായിട്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ കോൾഡും ചെറിയൊരു ഫീവറും ഉണ്ടായിരുന്നു. അത് കാരണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അപ്പം ഓട്ടോ ഒക്കെ കയറി അവിടെ എത്തിയപ്പോൾ ഒരു 11:30 ആ ടൈമായി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ ഹോസ്പിറ്റലിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത്ര തിരക്കില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ തീക്കൊച്ചോട് നല്ല കമ്പനിയായിരുന്നു. ഇതെന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് നല്ല ക്യൂട്ടായിട്ടില്ലേ. അതെല്ലാം കഴിഞ്ഞ് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കയറി കാണിച്ചിട്ട് ഞങ്ങൾ പിന്നെ ബീച്ചിലും കൂടെ പോകണമല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ബീച്ച് തൊട്ട് ഓപ്പോസിറ്റ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്താണല്ലോ ഈ ഹോസ്പിറ്റൽ, ഹോമിയോ ഹോസ്പിറ്റൽ. അപ്പോൾ പിന്നെ അവിടെ പോയി. അപ്പോൾ അത് ഈ പട്ടിയാണ് എന്താ പീസ്ഫുള്ളായിട്ട് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു ഉച്ച ടൈം വേണ്ട തന്നെ ആരും അങ്ങനെ ബീച്ചിലൊന്നുമില്ല. അപ്പം ദേ കടലൊക്കെ ഫുൾ കയറി കിടക്കുകയാണ്. അപ്പം ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ബീച്ചിലോട്ട് വരാതിരിക്കുന്നത് മോശമല്ലേ. അങ്ങനെ ഞാനാണെങ്കിൽ ഷെല്ലൊക്കെ എടുക്കുമായിരുന്നു, കളക്ട് ചെയ്യുമായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഹോബിയൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടമാണ്. നല്ല വെറൈറ്റി ഷെൽസൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെയാണ് എൻ്റെ ഹോബീസ്. ഇപ്പം നേരത്തെ മുതലുള്ള ന്യൂസ് ഇപ്പോൾ കണ്ടില്ല, അടിപൊളിയല്ലേ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആരുമില്ലാത്ത ടൈം വേണ്ടാണ് ഇത്രയും കിട്ടിയതില്ലേ, കിട്ടത്തില്ല. തിരക്കൊക്കെ ആകുമ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ തിരക്കാണ്. അപ്പം ദേ കണ്ടോ, അങ്ങനെ കുറച്ച് നേരം തിരയൊക്കെ കൊണ്ട് അങ്ങനെ നിന്ന് അങ്ങനെ ഞാൻ തിരയിലേക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരും വലുതായിട്ടില്ലാത്ത കാരണം പിന്നെ രണ്ടുപേരും വന്ന് ദേ ഈ ഒരു നോട്ടീസ് തന്നിട്ട് പോയി മിനീസോയിലോട്ട്. അപ്പം ഞാൻ മിനീസോ വിസിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. അപ്പം അവിടെ പോകണം എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുശമറ്റത്ത് കയറണമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കയറി പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതുണ്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇങ്ങനൊരു ബോട്ടിലാക്കി വെച്ച് ഞാൻ വിചാരിച്ച ആദ്യം ഡയറിയിൽ വെക്കാമെന്ന്. അപ്പോൾ ഒരു ബ്ലൂ എഫക്റ്റും കൂടി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ബോട്ടിലിൽ ഇട്ട്